നമസ്തേ കൃഷ്ണേട്ടാ. നമ്മുടെ അന്ന് അസ്തി. ഡിസ്കസ് ചെയ്ത കാളിയുടെ ധ്യാന ശ്ലോകമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കൃഷ്ണേട്ടാ എനിക്ക് ചോദിക്കാനുള്ളത്. ഈ നമ്മൾ ഉം, കാളി ദേവിയുടെ പല ഫോട്ടോസിലാണെങ്കിലും ഈ പല ചിത്രങ്ങളിലും കാണുന്ന ഒരു സംഭവമാണ് ഒരു താലത്തിൽ അഗ്നി ഒരു കയ്യില്, മറ്റേ കയ്യിൽ ഖഡ്ഗം, അത് മറ്റേ കപാലം, അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ തന്നെ അഗ്നിയുണ്ട്. ആ അഗ്നിയുടെ ഉം. സിഗ്നിഫിക്കൻസ് എന്താണ്? ആഹ്, ഇതില് മാത്രമായിട്ടല്ല കേട്ടോ. ഇപ്പൊ കാളിയുടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോ തന്നെ കാളിയുടെ മാത്രമായിട്ടല്ല, അഗ്നിയുടെ സ്വരൂപം മാത്രമായിട്ട് തന്നെ ഉണ്ട് ശരിക്കും ദേവി. ഇപ്പൊ കാളി ചോദിച്ചതുകൊണ്ട് നമ്മൾ പറയാ 7 ജിഹ്വകളായിട്ടാണ് സാധാരണ കാളിയുടെ പറയുക. കേട്ടിട്ടുണ്ടോ? ഇല്ല, സാധാരണ ഒന്ന് പറയും കാളി കാളി കരാളീച മനോജവാച സുലോഹിതാചൈവ സുധൂമ്രവർണ ഉഗ്രാ പ്രതീപ്ത കൃപീഡയോനെ സപ്തൈവ കീല കഥിതാശ്ച ജിഹ്വ. ഇങ്ങനെ നമ്മൾ സാധാരണ അഗ്നിയുടെ 7 ഇതായിട്ടാണ് നമ്മൾ പറയുക. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോ ഇത് വ്യത്യസ്തമായിട്ട് പറയാറുണ്ടെങ്കിലും സാമാന്യ രീതിയിൽ അഗ്നിയുടെ സ്വരൂപം ഒരു ദേവിയുടെ കയ്യിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ദേവി അന്തർമുഖമാണല്ലോ, സംശയമില്ലല്ലോ. അന്തർമുഖമായ ഒരു ദേവിയുടെ സ്വരൂപത്തിലേക്കാണ്, പ്രാണനിലേക്കാണ് നമുക്ക് ഇവരെ കൊണ്ടുപോകേണ്ടത്. ആണോ? അല്ലേ? ഹലോ, അതെ, 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 കേൾക്കുന്നുണ്ടോ? അതെ, അതെ. ആ അപ്പൊ ഒന്ന് കേൾക്കുന്നുണ്ട്, നോക്കൂ, കേൾക്കുന്നുണ്ട്. ആ അഗ്നിയുടെ ഗുണത്തെ ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കൊണ്ടുപോവുക. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇനി നമുക്കിപ്പോ അതിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ കാളിയുടെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിപ്പോ ധ്യാന ശ്ലോകങ്ങളിലുള്ള കാളിയുടെ കയ്യിലെ അഗ്നിയിലേക്ക് പോകുന്നതിന് മുമ്പ് അഗ്നിയുടെ ഏതൊക്കെ ഭാവങ്ങൾ ഇന്ന് നമുക്ക് മുമ്പിൽ കാണുന്നുണ്ട്. നമ്മുടെ സ്ഥൂലത്തിൽ കാണണമല്ലോ ആ സാധനത്തെ, എന്നാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ അതെ. ഗുണം കണ്ടുപിടിക്കാൻ പറ്റൂ. ശരിയല്ലേ? പറ്റുള്ളൂ. അതെ, അതെ. ഏതൊരു ഗുണത്തെയാണ് പ്രകടമാക്കുന്നത്. അങ്ങനെയായാൽ ആ ഗുണം അതെ, നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരണ്ടേ? എന്നാലല്ലോ കൊണ്ടുവരണം. നമുക്ക് ഒരു സിംഹപുത്രൻ എന്ന് പറഞ്ഞാൽ സിംഹത്തെ കാണിച്ചാലേ നമുക്ക് അതിന്റെ ഗുണം എടുക്കാൻ പറ്റൂ. ശരിയല്ലേ? പറ്റുള്ളൂ, പറ്റുള്ളൂ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം അഗ്നിയുടെ ഏതൊക്കെ ഭാവങ്ങളാണ് നമ്മളുടെ കൺമുൻപിൽ കാണുന്നതെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേഗം ഓക്കെ, മനസ്സിലാവും. ഓക്കെ. നമുക്കിപ്പോ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ വൈദികത്തിലെ ഒരു പ്രയോഗമുണ്ട്. ഇപ്പൊ അഗ്നിയുടെ ശക്തിഭാവത്തെ 8 തരത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് വൈദികത്തില്. വായു, ഇന്ദ്രവായു, മിത്രാവരണൗ, മിത്രഃ, അശ്വിനൗ, വിശ്വദേവാഹ, ഇന്ദ്രഃ, സരസ്വതി. ഇങ്ങനെ 8 ഭാവങ്ങൾ പറയും. പേര് കേൾക്കുമ്പോൾ ഇതാക്കണ്ട, നമുക്ക് ഭയങ്കര രസമായിരിക്കും ഇത്. കാരണം ഇപ്പൊ എല്ലാം ചേരുമല്ലോ. ഓക്കെ, നമുക്കിപ്പോ ഇതിൽ ആദ്യത്തെ പേരാണ് വായു, അഗ്നിയുടെ പേരാണ്. ഓക്കെ, ഓക്കെ. നമ്മളിപ്പോ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോ ഡൽഹിയിലൊക്കെ നമ്മൾ നിൽക്കുന്ന സമയത്തെ ഏപ്രിൽ മെയ് ജൂണിൽ നല്ല ചൂട് കാറ്റടിക്കും ഇല്ലേ? അതെ, അതെ, തീർച്ചയായിട്ടും. ശരിയല്ലേ? ആ അടിക്കുന്ന അടിക്കാറുണ്ട്. സമയത്ത് നമ്മൾ തീപ്പൊള്ളൽ വരുന്നെന്ന് പറയും. തീ വരുന്ന മാതിരി ഉണ്ടെന്ന് പറയും. ആണോ? തീരുന്നു. അതെ, 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 അതെ. വായു ആണോ വരുന്നത്, തീയാണോ വരുന്നത്? യഥാർത്ഥത്തിൽ വായുവാണ്. താപം കാരണം നമ്മൾ അതിന്റെ ഒരു ഗുണം കാരണം അതെ, നമ്മൾ തീയായിട്ട് നമ്മൾ കാണുന്നു. അതെ. അപ്പൊ അതാണ് അഗ്നിയുടെ വായവ്യമായ ഭാവം. വായു എന്ന് ഓക്കെ. പറയുന്നത് അഗ്നിയുടെ ഈ സഞ്ചരിച്ചുകൊണ്ട് ദഹിപ്പിക്കുന്നതായ രൂപത്തെയാണ് നമ്മൾ വായു എന്ന് പറയുക. ക്ലിയർ ആയോ? പറയുന്നത്. അഗ്നിയുടെ മനസ്സിലായി. വായവ്യ ഭാവമാണ് നമ്മളുടെ ഈ ഏപ്രിൽ മെയിൽ വരുന്നത്. കൃത്യമായല്ലോ? അതെ, അതെ. രണ്ടാമത്തതാണ് ഇനി അന്തർമുഖവും ബഹിർമുഖവും ഒരുമിച്ച് കൊണ്ടുപോകണോ, ഇത് ആദ്യം പറഞ്ഞിട്ട് അന്തർമുഖത്തിലേക്ക് കൊണ്ടുപോകണോ? എങ്ങനെ വേണേലും ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അങ്ങനെ നോക്കിക്കോളൂ. ആ, നമ്മൾ പുറത്ത് കാണുന്ന വായുവിൽ അഗ്നി കാണുന്നോണ്ടാണല്ലോ നമ്മൾ അങ്ങനെ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതേ വായുവിനെ നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കൂ. ആ ഉം. വായുവിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന അഗ്നി ഉള്ളത് കൊണ്ടാണ് വായു എല്ലായിടത്തും നമ്മളുടെ ശരീരത്തിൽ സഹജമായി സഞ്ചരിക്കുന്നത്. ശരിയല്ലേ? അതെ, ശരിയാണ്, ചൂടില്ലെങ്കിൽ ശരിയാണ്. ആള് എത്തൂ. ശരിയാണോ? അപ്പോ അതെ, ലിമിറ്റഡ് അതെ, കറക്റ്റ്. ആയിരിക്കുന്ന സഞ്ചാരയോഗ്യമായ രീതിയിൽ ആ വായുവിനോട് ചേർന്ന് അഗ്നി നിൽക്കുന്നതുകൊണ്ടാണ് ശരീരം പൂർണ്ണ സഞ്ചരിക്കുന്നത്. ശരിയായല്ലോ? കറക്റ്റ്. അതെ. അതാണ് വായു പ്രാണഹ. ആ ഓക്കെ. ശരീരത്തിൽ അന്തർമുഖമായിരിക്കുന്ന വായവ്യമായ അഗ്നിയാണ് ശരീരാന്ത സഞ്ചാരിയായിട്ട് നിൽക്കുന്നത്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ശ്വാസത്തിന്റെ അവിടെ ഇങ്ങനെ കൈ വെച്ചാൽ മതി, ചൂടടിക്കും. ചൂടടിക്കും. അതെ. അതാണ് വായവ്യം. ക്ലിയർ ആയോ? ക്ലിയർ ആയി, അപ്പോ ക്ലിയർ. അഗ്നിയുടെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തത് ഐന്ദ്രവായവ്യം അല്ലെങ്കിൽ ഐന്ദ്രവായു എന്ന് പറയും. ഐന്ദ്രവായു എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തു നിന്ന് ഒരു സാധനത്തെ ദഹിപ്പിക്കുന്ന കാണാറില്ലേ? ഇപ്പൊ ഏതെങ്കിലും ഒരു വസ്തുവിനെ ദഹിപ്പിക്കുന്ന അഗ്നിയെ കാണാറില്ലേ? കാണാറുണ്ട്. അതേപോലെ രണ്ടെന്ന പോലെ നമ്മളുടെ മുമ്പിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി നിന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നമ്മൾ ഐന്ദ്രവായു എന്ന് പറയുക.
ഉം, ഉം, ഉം. ഇത് നമ്മളുടെ മുമ്പിൽ ഓക്കെ. ഒരു വസ്തു കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് ദഹിപ്പിക്കുന്നു. ക്ലിയർ ആയല്ലോ? ക്ലിയർ അതിന് ആയി. മാത്രമേ അത് ദഹിപ്പിക്കൂ. അതെ. നമ്മൾ കഴിക്കുന്ന അന്നം പചിക്കുന്നത് വായുവും അഗ്നിയും ചേരുന്ന ഈ ഐന്ദ്രവായവ്യ രൂപമാണ്. പ്രാണാഗ്നികൾ ചേരുമ്പോഴേ എന്ത് സംഭവിക്കൂ? അന്നം പചിക്കൂ. പചിക്കോളൂ. ശ്രദ്ധിച്ചോളണം, അന്നം മാത്രമേ പചിപ്പിക്കൂ. ശ്രദ്ധിച്ചോ? അതെ. മനസ്സിലായി. ശരീരത്തിലെ ബാക്കി നമ്മുടെ ഒന്നും ശരീരത്തിന് പചിക്കുന്നില്ല, പ്രശ്നം ഉണ്ടാവില്ല. അതെ. അത് മാത്രം ഇന്ന് പചിക്കും. ശ്രദ്ധിച്ചോ? കറക്റ്റ്. അന്നത്തിൽ നിന്ന് രസം, രസത്തിൽ നിന്ന് രക്തം, രക്തത്തിൽ നിന്ന് മേധസ്, എല്ലാം പാകമാണ്. പക്ഷെ അതിനെ മാത്രം നിന്ന് ദഹിപ്പിക്കും, മറ്റുള്ളതിനൊന്നും തൊടില്ല. തൊടില്ല. തൊട്ട് കഴിഞ്ഞാൽ രോഗമായി. അതെ, കറക്റ്റ്. ക്ലിയർ ആയില്ലേ? ഇതാണ് മനസ്സിലായി. ഐന്ദ്രവായവ്യം. അപ്പൊ അഗ്നിയുടെ രണ്ടാമത്തെ ഭാഗമായി. ക്ലിയർ ആയല്ലോ? വായു ക്ലിയർ. വായവ്യം, അടുത്തത് ഐന്ദ്രവായവ്യം. ക്ലിയർ ആയല്ലോ? Clear ആയി. മൂന്നാമത്തേതാണ് മൈത്രാവരുണൻ. ഒരേ സമയം തന്നെ നമ്മൾ അതിനെ സ്വീകരിക്കുകയും അതേസമയം തന്നെ പുറത്തുവിടുകയും ചെയ്യുന്നതാണ് മൈത്രാവരണ ഭാവം എന്ന് പറയും. അതായത് ജലത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മിത്രത്തെ പോലെ ഉപാസിക്കുക. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നമ്മളുടെ ഉള്ളിലേക്ക് ജലത്തെ ദഹിപ്പിച്ച് ഇപ്പൊ ഹൃദയം പ്രവർത്തിക്കുന്ന എങ്ങനെയെന്ന് ചിന്തിച്ചു നോക്കി. ഹൃദയത്തിലെ രക്തത്തോട് ചേർന്ന് നിൽക്കുകയും അതോടൊപ്പം തന്നെ സഞ്ചരിപ്പിക്കുകയും ചെയ്യുന്നത് അഗ്നിയുടെ ഭാവമാണ്. അതോട് ചേർന്ന് തന്നെ വായു ഉണ്ട്, ഇല്ലേ? ഉണ്ട്. കറക്റ്റ്. അതായത് രക്തം ഓടണമെങ്കിൽ എന്ത്, ഇപ്പൊ തണുപ്പ് സമയത്ത് നമ്മൾ നിന്നാൽ എന്താ സംഭവിക്കുക? നമ്മളുടെ രക്തം കട്ടയായി പോകും. അതെ, ചലനം ഉണ്ടാവില്ല തണുപ്പിന്. ചലനം ഉണ്ടാവില്ല. അപ്പോ ജലത്തെ ദഹിപ്പിച്ചില്ലെങ്കിൽ രക്തത്തിനോട് ചൂട് നിലനിർത്തി മിത്രത്തെ പോലെ ചൂട് നിർത്തിക്കൊണ്ട് അതിനെ ചലിപ്പിക്കുന്നതാണ് എന്ത്? മൈത്രാവരണത്വം. അപ്പോൾ ഒന്ന് സ്വീകരിക്കുകയും അതുപോലെ പുറത്തുവിടുകയും ചെയ്യുക. ശ്വാസം എടുത്ത് അതിനെ ഇതാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും അതിന് തുടർച്ച ഉണ്ടാക്കുന്നതാണ് മൈത്രാവരണ ഭാവം. ജലത്തോട് ചേർന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? മിത്രനെ പോലെ ജലത്തോട് ചേർന്നിരുന്നുകൊണ്ട് നമ്മളുടെ ഹൃദയത്തിന്റെ ഇത് ചെയ്യുന്നതാണ് മൈത്രാവരണ ഭാവം. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഏറ്റവും എളുപ്പം പറയാം, പുറത്ത് കാണാൻ ജലത്തെ ദഹിപ്പിച്ച് സ്വീകരിക്കുന്നതാണ് മൈത്രാവരണത്വം. പുറത്ത് നമ്മൾ ജലത്തെ ദഹിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പൊങ്ങല്ലേ ചെയ്യുക, ശ്വാസം പോകുന്ന മാതിരി തന്നെ മുകളിലേക്ക് പോകില്ലേ? അതേ ഭാവമാണ്. അതേ ഭാവം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഉദരത്തിലുള്ള ഇതുകൊണ്ട് അഗ്നി ഉയർന്ന്, അതായത് അന്നത്തിന്റെ പരിഭാഗം ചെയ്ത് അവിടുത്തെ പൈത്തികാഗ്നി കൊണ്ട് ജ്വലനം സംഭവിച്ചിട്ടാണ് നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നത്. ശരിയല്ലേ? അതെ, കറക്റ്റ്. അതായത് ഒരു മരണം സംഭവിക്കണമെങ്കിൽ ആദ്യം എന്താ സംഭവിക്കുക? ഉദരത്തിലുള്ള അഗ്നി കെട്ടടങ്ങും, അതോടുകൂടി ഹൃദയം നിൽക്കും. അപ്പോ അതിനെ കാണിക്കുന്നതാണ് മൈത്രാവരണാഗ്നി. ക്ലിയർ ആയോ? മനസ്സിലായി. മൂന്നാമത്തെ അഗ്നിയുടെ പ്രയോഗമായി. ഇനി നാലാമത്തെ അഗ്നിയാണ് വാരുണം. വാരുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പർശന സമയത്ത് നമുക്ക് അഗ്നി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് സാക്ഷാൽ വാരുണമായ ഇത്. ഇപ്പൊ ജലം ചൂടായിരിക്കുമ്പോൾ നമ്മൾ തൊട്ടാൽ ശരീരം ദഹിക്കാറുണ്ടോ? നല്ല തിളച്ച വെള്ളത്തിൽ വെള്ളമാണോ അഗ്നിയാണോ? യഥാർത്ഥത്തിൽ വെള്ളമാണ്, പക്ഷെ അതിൽ അഗ്നിയുടെ ആ ഒരു ക്വാളിറ്റി കാരണം നമ്മൾ അതിനെയാണ് വാരുണം, അഗ്നിയുടെ വാരുണം. ഈ വാരുണ ഭാവം ശരീരത്തിലേക്ക് എടുത്താൽ നമ്മളുടെ ശരീരത്തിൽ തണുപ്പ് സമയവും ചൂട് സമയവും നമ്മുടെ ശരീരം നിലനിർത്തുന്നത്, രക്തത്തിന്റെ ചൂട് നിലനിർത്തുന്നത് ഈ വാരുണമാണ്. ഇപ്പൊ നമ്മൾ നല്ല തണുപ്പാണ് എന്ന് വെക്കൂ, ഡൽഹിയിലെ ആ സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ താപനില എങ്ങനെ നിലനിർത്തുന്നത്? അത് ഈ വാരുണമായ അഗ്നിയാണ്. ക്ലിയർ ആയോ? അതായത് ജലത്തോട് ചേർന്ന് നിൽക്കുന്ന അഗ്നി. ക്ലിയർ ആയല്ലോ? ഘോര സ്പർശത്തെ പോലെ ഉപാസിക്കുന്നതാണ് മൈത്രരൂപം. എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്നിയജനം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇപ്പൊ പൂജ ചെയ്യുന്ന ആളുകളെല്ലാം അഗ്നി ഉപാസിക്കുന്നവരല്ല, അഗ്നിയെ മിത്രത്തെ പോലെ കാണും. ആണോ? പൂജ ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ഗണപതി ഹോമം ചെയ്യുന്ന വ്യക്തിക്ക് അഗ്നി ഭയത്തോടു കൂടിയല്ല ഉപാസിക്കുക, മിത്രത്തെ പോലെയാണ് ഉപാസിക്കുന്നത്. ആണല്ലോ? അഗ്നി അവരെ സംബന്ധിച്ചിടത്തോളം ദഹിപ്പിക്കുന്ന അഗ്നിയല്ല. അപ്പൊ ഒരു ഉപാസകൻ നിത്യോപാസന ചെയ്യുന്നത് ഈ അഗ്നിയുടെ മൈത്രഭാവത്തെയാണ്. മനസ്സിലായി. അഗ്നി ഘോരമായ സ്പർശത്തോടു കൂടിയാണ്, പക്ഷേ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മിത്രത്തെ പോലെ ഉപാസിക്കുന്നതാണ് മൈത്രാഗ്നി. ഒരു ഉപാസകൻ നിത്യോപാസന ചെയ്യുന്ന അഗ്നിയുടെ ഉപാസന ചെയ്യുന്നത് മുഴുവനും ഈ മൈത്രൻ എന്ന ഭാവത്തെയാണ്. ക്ലിയർ ആയോ? ഇനി നമ്മളുടെ കൈ രണ്ടും ഉരയ്ക്കാറില്ലേ?
രണ്ട് ആ കൈകളിലും ഉരയ്ക്കുമ്പോൾ ചൂടുണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. രണ്ട് അരണികൾ കടയുന്ന സമയത്തോ രണ്ട് കോലൊലിക്കുന്ന സമയത്തോ അഗ്നി കാണാറില്ലേ? വരാറുണ്ട് അത്. അരണി കടയുമ്പോഴും അഗ്നി വരാറില്ലേ? വരാറുണ്ട്. ഇതേപോലെ സകല ഭൂതങ്ങളിലും അടങ്ങിയിരിക്കുന്ന അഗ്നിയുടെ ഭാവമാണ് ആശ്വിനം, ആശ്വൻ. അതായത് പുറത്ത് കാണുന്നത്. ഇതേ സാധനത്തെയാണ് യോഗികൾ, ഇപ്പൊ നമ്മളെല്ലാം പ്രാണായാമം ചെയ്യാറില്ലേ? ഇപ്പൊ അതെ. മൂലാധാരമൂർത്തിയായ അഗ്നിയെ ഉയർത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ശ്വാസപ്രശ്വാസങ്ങൾ കൊണ്ട് ഈ ആശ്വിനമായ അഗ്നിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉപാസനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ. തന്റെ ഉള്ളിലിരിക്കുന്ന അഗ്നി ഉയർത്തുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിലകത്തുള്ള അഗ്നിയാണ്. അതെ. അത് വായുവിന്റെ അല്ലെ പ്രാണന്റെ സഹായത്തോടുകൂടി ശ്വാസത്തിന്റെ സഹായത്തോടുകൂടി നമ്മൾ ഉണർത്തും. രണ്ടാമത്തെ ഒരു മീഡിയം എന്ന് പറയുന്നത് അവിടെ ശ്വാസം. നമ്മളുടെ ശരീരത്തിലുണ്ടായ അഗ്നി ഉയർത്തുകയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? അതെ കറക്റ്റ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഭൂതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അഗ്നിയാണ് ആശ്വിനം. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി നമ്മൾ ഘോഷത്തെ ഉണ്ടാക്കില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഐന്ദ്രമാണ് അടുത്തത്. ഐന്ദ്രം എന്ന് പറഞ്ഞാൽ കർണകഠോരമായിരിക്കുന്ന വെട്ടിക്കെട്ട് കേൾക്കുക, ഇല്ലെങ്കിൽ ഇടിമിന്നലിനൊപ്പം വരുന്ന ഒച്ച കേൾക്കാറില്ലേ? കേൾക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ അഗ്നിയുടെ ഐന്ദ്രം എന്ന് പറയുന്ന രൂപം പറയുന്നത്. നമ്മൾ പറയൂ എന്തൊരൊച്ചയാണെന്ന്, അതായത് വിറപ്പിക്കുന്ന ഒച്ച കേൾക്കാറില്ലേ? കേൾക്കാറുണ്ട്. ഏറ്റവും എളുപ്പം തൃശ്ശൂർ പൂരത്തിന് ഒച്ച കേൾക്കുമ്പോൾ നമ്മൾ ആ ഏരിയ മുഴുവൻ വിറയ്ക്കും, ഇല്ലേ? അതെ. ഇതിനെയാണ് സാധാരണ നമ്മളുടെ മുമ്പിലുള്ള ഐന്ദ്രം എന്ന രൂപം. ഇത് ശരീരത്തിലേക്ക് എടുക്കുമ്പോൾ ഘോഷം മുഴക്കാന്ന് പറയാറില്ലേ നമ്മൾ, ഒച്ച ഉണ്ടാക്കുന്നത്? മനസ്സിലായി. അത് ഈ ഐന്ദ്രാഗ്നിയാണ്. ഒരു വ്യക്തി കരഘോഷം മുഴക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയില്ലേ, ഉച്ചത്തിൽ ഘോഷം മുഴക്കുന്നൊക്കെ പറയില്ലേ? അത് ശരിക്കും നമ്മളുടെ ഉള്ളിലുള്ള ഐന്ദ്ര അഗ്നിയാണ്. സൗണ്ടിനെ ഉയർത്തിക്ക് പുറത്തേക്ക് വരുന്നത്. ഇനി ഇതിന്റെ അടുത്തത് പറയുന്നത് എന്താ വെച്ചാൽ വൈശ്വദേവം എന്നാണ്. അതായത് നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ സഞ്ചാലനം നോക്കിക്കോളൂ, ഒന്നിന്റെ പരിണാമത്തിന് കാരണം ആരാ? അഗ്നിയല്ലേ? ഒരു ചെറിയ മാങ്ങ വലുതായി വരുമ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി കാരണമായിട്ട് തീർന്ന അഗ്നിയുടെ കാരണം കൊണ്ടുള്ള പരിഭാഗമാണ്. ആണോ? സൂര്യനില്ലെങ്കിൽ പരിപാടി നടക്കില്ല, അല്ലേ? ആ സൂര്യയുടെ ചൂടാണ്. പഴുക്കുക തന്നെയാണ് നമ്മൾ പറയുന്നത്. അതെ. അപ്പൊ അഗ്നിയുടെ ഭാവമാണ് അതിന്റെ ആ സഞ്ചാലനത്തിന് അല്ലെങ്കിൽ രൂപപരിണാമങ്ങൾക്കെല്ലാം അഗ്നിയാണ് അതിന് കാരണമായിട്ടിരിക്കുന്നത്, ആണല്ലോ? ഇതാണ് നമ്മളുടെ മുമ്പിൽ ആ കാണുന്ന ഭാവമാണ് വൈശ്വദേവം. ഇത് ശരീരത്തിലേക്ക് എടുത്താൽ കണ്ണടയ്ക്കുന്നത് മുതൽ ഓരോ പ്രവൃത്തിക്കും ഹേതുവായിരിക്കുന്നത് ഈ അഗ്നിയുടെ പ്രവർത്തന ഫലമാണ്. ശ്രദ്ധിച്ചു നോക്കൂ, കണ്ണടയ്ക്കുന്നത്, തുറക്കണത്, നമ്മളുടെ ഓരോ പ്രവൃത്തിക്കും എന്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പഞ്ചഭൂതങ്ങളോട് ഊർജം വേണം. എന്നാൽ മാത്രമേ നമുക്ക് നിത്യവൃത്തി ഒന്ന് ചെയ്യണമെങ്കിൽ ഈ അഗ്നി വേണം, വേണ്ടേ? ഇതിനെയാണ് നമ്മൾ വൈശ്വരൂപം, അഗ്നിയുടെ വൈശ്യം എന്ന് പറയുന്നത് ഈ രൂപമാണ്. ഇനി ഒരെണ്ണം കൂടെയാണ്, എട്ടാമത്തെ രൂപമാണ് സാരസ്വതം. ഒരു വ്യക്തി സംസാരിക്കണമെങ്കിൽ ആഭ്യന്തരവും ബാഹ്യവുമായ അഗ്നിയുടെ സഹായം വേണം. ഇപ്പൊ നോക്കൂ, നല്ല തണുപ്പുള്ള ഒരു സമയത്ത്, ഒരു പർവ്വതത്തിന്റെ മുകളിൽ തണുപ്പുള്ള സമയത്ത് സംസാരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും? അഗ്നി കുറവായിരിക്കും. അതെ, തണുപ്പ് കൂടുവേ. എന്താ തണുപ്പ്? മഞ്ഞെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഹന്തി ഊഷ്മാണമിതി, ഊഷ്മാവിനെ നശിപ്പിക്കും, അതായത് തണുപ്പ് കൂട്ടും. അപ്പൊ സംസാരിക്കാൻ പറ്റില്ല. അതേപോലെ തിരിച്ചും നമുക്ക് വയ്യാതായി കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല. അഗ്നിമാന്ദ്യം വന്നാൽ അതിന് സംസാരിക്കാൻ പറ്റില്ല. ഇതാണ് അഗ്നിയുടെ സാരസ്വതം. ക്ലിയർ ആയോ? അപ്പോ ഇനി സങ്കല്പിച്ചു നോക്കൂ, അഗ്നി എന്ന് പറയും. ഇപ്പൊ കാളിയുടെ കയ്യിൽ നമ്മൾ അഗ്നി എന്ന് പറഞ്ഞു വെക്കൂ. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ശരിയാണ്, കാളിയുടെ കയ്യിൽ അഗ്നി ഉണ്ട്, ഏത് അഗ്നി ഏത് പ്രവൃത്തിയാണ് യോജിപ്പിക്കുന്നത് മനസ്സിലാക്കിക്കൊള്ളണം. അതായത് മിത്രവായുവാണോ, ഇന്ദ്രവായുവാണോ, മിത്രാവരണ രൂപത്തിലാണോ, മിത്രനായിട്ടാണോ, അശ്വിനായിട്ടാണോ, വിശ്വദേവയായിട്ടാണോ, ഏത് രൂപത്തിലാ ദേവത നിൽക്കുന്നത് അവിടെ? ഇപ്പോ ഒന്നും കൂടെ പറയാം. ഇപ്പൊ ഐന്ദ്രവായുവ്യം എന്ന് പറഞ്ഞു, വായുവും അഗ്നിയും ചേരുന്നതാണ് ഐന്ദ്രവായു എന്ന് പറഞ്ഞില്ലേ, അന്നം പാകത്തിൽ. ശ്രദ്ധിച്ചാൽ മതി. പവനപുത്ര ഹനുമാൻ എന്നാ പറയാ നമ്മൾ, അല്ലേ? പവനൻ എന്ന് പറഞ്ഞാൽ പൂയതേ അഗ്നി സംയോഗേന ഇതി, ഉദരത്തിലെ പ്രാണനെയും അഗ്നിയെയും ചേർത്തിരിക്കുന്ന ഭാവത്തെയാണ്
അഗ്നി സംയോഗത്തോടു കൂടിയ പ്രാണനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവനൻ എന്ന് പറയുക. ഓക്കെ. അപ്പൊ ഐന്ദ്രവായവ രൂപമാണ് ഹനുമാൻ എന്ന് മനസ്സിലായോ? കണ്ടോ? മനസ്സിലായി. അപ്പോ ഈ ശ്രദ്ധിച്ചോ നോക്കിയാൽ മതി, ഇതിന്റെ വ്യത്യാസം തിരിച്ചറിയാം. പവനപുത്രനും മാരുത തുല്യവേഗൻ എന്നാ പറയുന്നത്. ശ്രദ്ധിച്ചോ? മാരുതനും പ്രാണൻ തന്നെയാണ്, പക്ഷെ പറഞ്ഞിരിക്കുന്നത് അതെ. പവനപുത്രൻ, അതെ. മാരുത തുല്യവേഗൻ. കണ്ടോ? വേഗം. അതെ. വായുപുത്രൻ എന്ന് പറഞ്ഞല്ല പറഞ്ഞിരിക്കുന്നത്, പവനപുത്രൻ എന്നാ അതെ. പറഞ്ഞിരിക്കുന്നത്. വായുപുത്രൻ എന്ന് പവനപുത്രൻ. പറയുമ്പോ അതെ. തന്നെ സ്പെസിഫിക് പറഞ്ഞിരിക്കുന്നതാണ് ഐന്ദ്രവായവ്യമായിരിക്കുന്ന രൂപമാണ് അവന്റെ. അതെ. അതുകൊണ്ട് തന്നെ അന്നഭാഗത്തിന് നിൽക്കുന്നതായ ശരീരത്തിന്റെ ആധാരവർത്തിയായിരിക്കുന്ന പ്രാണാഗ്നി സ്വരൂപമാണ് ഹനുമാൻ എന്നോടെ പ്രകടമാക്കി കഴിഞ്ഞു. ശരിയല്ലേ? ശരിയാണ്. ഇനി 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 നമുക്ക് നോക്കേണ്ടത് കാളിയുടെ ഭാവങ്ങൾ ഇത് തന്നെയാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. കാളി കാളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും എല്ലാവരും പറയുന്നത് വേറെ വേറെ ഘോരമായ ഭാവങ്ങളെയാ പറയുക. ശരിയല്ലേ? ഇവിടെ നോക്കിയാൽ മതി. ഇനി ഇതേ വർത്തി തന്നെ കാളി. നമ്മൾ ആദ്യത്തെ പറയാണ് കാളിയാണ്. അപ്പോൾ ഹൃദയവർത്തിയായിരിക്കുന്ന കലയതീതി കാളി, ഗതിക്ക് കാരണമായിരിക്കുന്നത്, ഗതിയെ കൊണ്ടുവരുന്ന ആരോ അവൾ കാളി. അപ്പൊ ഹൃദയവർത്തിയാണ്. അപ്പൊ ഹൃദയത്തിലെ അഗ്നിഭാവത്തെ കണക്കാക്കുന്നവൾ കാളി ആയോ? മനസ്സിലായി. അതെ. അതെ. രാളി രണ്ടാമത്തെ അഗ്നി ആരാണ്? കരം ആലാതി ഗൃണ്ണാതീതി, അല്ലെങ്കിൽ കരായ ക്ഷേപായ അലതി വ്യാപ്നോതീതി. പ്രേരണാരൂപത്തിൽ എല്ലായിടത്തേക്കും വ്യാപിച്ച് ഇരിക്കുന്നവൾ ആരോ, പ്രേരണയ്ക്ക് കാരണമായിരിക്കുന്നത് ആരോ, അവൾ കരാളി. അപ്പൊ അഗ്നി പൂർണ്ണ ശരീരത്തിലേക്ക് വ്യാപിച്ച് എല്ലാത്തിനും പ്രേരണാരൂപത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവൾ കരാളിയായി. കണ്ടോ? മനസ്സിലായി. അവിടെ പേര് പറഞ്ഞിരിക്കുന്നത് ഈ വ്യത്യസ്ത പേരുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെയല്ലേ? അതെ. ഇതാ ഞാൻ പറയാം. 8 നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ ഇതെല്ലാമാണ്. ഇതെല്ലാം ശരീരമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇതെല്ലാമാണ്. അതെ. ഇനി മനോജവ മൂന്നാമത്തത്. മനസ ഇവ ജവു അസ്യ, മനസ്സിനെ പോലെ ഗതിയുള്ളത്, അല്ലെങ്കിൽ അതിനനുസരിച്ച് അതായി തന്നെ ഇരുന്ന് പാലന പോഷണം ചെയ്യുന്നതാരോ അത് മനോജവ. അപ്പൊ മനസ്സിന്റെ ഏതാണോ മനഃക്കാരകനായിട്ടിരിക്കുന്നത് ആ അഗ്നി വർദ്ധിപ്പിക്കുന്നതാണ് അവൾ. ഇനി സുലോഹിത അടുത്തതാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സുഷ്ടുലോഹിത, സുലോഹിത. അത് വന്നിരിക്കുന്നത് രുഹുധാതുവിന്റെ പ്രയോഗമാണ്. ബീജജന്മനി പ്രാദുർഭാവേ എന്നൊക്കെ അർത്ഥം, ഉദ്ഭവേ. അപ്പൊ ഏറ്റവും നല്ല സൃഷ്ടിക്ക് മൂലമായിരിക്കുന്ന അഗ്നി ഏതോ അത് സുലോഹിത. കണ്ടോ? ധൂമ്രവർണ്ണ. അപ്പൊ എന്താ ഇത്? ധൂമ്രം എന്ന് പറഞ്ഞാൽ ധൂകമ്പനെ, കമ്പനത്തെ ഉണ്ടാക്കുന്നതാണ്. എങ്ങനെയുള്ള കമ്പനത്തെയാണ്? ശരീരത്തിൽ ചലനത്തിന് കാരണമായിരിക്കുന്ന അതിനെ കൊണ്ടുവരുന്നതാരോ അത് സുധൂമ്രവർണ്ണ എന്ന അഗ്നി. ശരീരത്തിൽ നമുക്ക് ചലനം ഉണ്ടാക്കണം, എന്ത് വേണം? കമ്പനം വേണം. ആ അഗ്നിയുടെ പ്രതിഫലം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ചലനം സംഭവിക്കുന്നത്. കണ്ടോ? ഇനി ഉഗ്ര സമവായേ മിശ്രണേ, എല്ലാത്തിനെയും യോജിപ്പിക്കുന്നതാണ് ഉഗ്രത്വം. അതായത് ശരീരത്തിലെ സകല പ്രവൃത്തികളെയും യോജിപ്പിക്കണമെങ്കിൽ അഗ്നി വേണം. പരസ്പരം പരസ്പര പൂരകം നിർത്തുന്നത് ഈ രക്തത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് ആ അഗ്നിയോട് കൂടിയിരിക്കുന്ന ദേവിയെ ഉഗ്ര. ഇനി പ്രദീപ്തി എന്ന അഗ്നി ദീപ്തിയെ കൊണ്ടുവരുന്നതാണ്. സ്വയം ദീപനം ചെയ്യുകയും സ്വയം ഇരിക്കുകയും പൈത്തിക അഗ്നിയായിട്ടിരിക്കുകയും അതേപോലെ തന്നെ പൂർണ്ണ ശരീരത്തിൽ ദീപനം ചെയ്യിക്കുകയും ചെയ്യുന്നതായിരിക്കുന്നത് കൊണ്ട് ദേവിക്ക് പ്രദീപ്തി എന്ന അഗ്നിഭാവം. കൃപീഡയോനി എന്ന ധാതു എന്നുവെച്ചാൽ വായോരഗ്നേർ ആപഹ എന്നാ പറയുക. അപ്പൊ കൃപീഡസ്യ ജലസ്യ യോനി, ജലത്തിന്റെ കാരണഭൂതമായിരിക്കുന്നത് അഗ്നിയാണ്. അതുകൊണ്ട് ദേവിക്ക് അഗ്നി കാരണയായതുകൊണ്ട് കൃപീഡയോനി. കാരണം എന്താ വെച്ചാൽ വായോരഗ്നി അഗ്നേരാപഹ, വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്നാണ് ജലവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജലത്തിന് കാരണമായിരിക്കുന്നത് കൊണ്ട്, കാരണം സൂര്യന്റെ താപമാണ് ജലത്തിന് കാരണമായിട്ട് വരുന്നത്. അതുകൊണ്ട് കൃപീഡയോനി. ഒന്നും കൂടി ഉണ്ട് കേട്ടോ. കൃപാ അസ്ത്യസ്യ പാലന സാധനത്വേന, യോനിയുടെ ഉത്പത്തി സ്ഥാനമായിരുന്നു കൊണ്ട് പാലനത്തിന് കാരണഭൂതമായിരിക്കുന്നത് കൊണ്ടും കൃപീഡയോനി എന്ന് ദേവിക്ക് പേര്. കാരണം അതാണ്, അഗ്നി ഇല്ലെങ്കിൽ നമ്മളുടെ സൃഷ്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. വേദസ് ഉണ്ടാവണമെങ്കിൽ അഗ്നി വേണേ. ഇനി സ്ഫുലിംഗിനി ഏഴാമത്തെ അഗ്നിയാണ്. സ്ഫൂർത്തി ചലേ സഞ്ചലനെ, ശരീരത്തിന്റെ എല്ലാ സഞ്ചലനവും ചെയ്യുന്നതായിരിക്കുന്ന അഗ്നിഭാവത്തിന് പറയുന്ന പേര് സ്ഫുലിംഗിനി. ഇനി നമ്മളൊന്ന് ആദ്യം മുതലൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. യഥാർത്ഥത്തിൽ
ഈ അഗ്നിഭാവത്തെ ഇല്ലെങ്കിൽ കാളിയുടെ കയ്യിലിരിക്കുന്ന അഗ്നി എന്തിനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെ നടക്കും. ആ അതെ. വ്യത്യസ്ത കർമ്മങ്ങളെ ഏതൊക്കെ കർമ്മങ്ങൾ. തരത്തിൽ ആ ദേവത നിലനിർത്തുന്നുണ്ടെന്ന് കാണിക്കുന്നതാണ് അതെ. അഗ്നി. മനസ്സിലായി. എന്ത് മനോഹരമായിട്ട് അത് യോജിപ്പിച്ചിരിക്കുന്നു നോക്കിക്കേ. അതെ, കറക്റ്റ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലാണ് അത് എടുത്തു പോയിരിക്കുന്നത്. ഇനി ഇതിലെ തന്നെ നമുക്കിപ്പോ കുറച്ചും കൂടെ എളുപ്പത്തിൽ പറയാറുണ്ട്. സാധാരണ അഗ്നിയെ നമ്മൾ ശരീരത്തിലേക്ക് എടുക്കുമ്പോൾ 3 തരത്തിൽ പറയും, നേരിട്ട് തന്നെ. നമുക്ക് സാധാരണക്കാർക്ക് പറയണമെങ്കിൽ സ്ഥൂലമായ അഗ്നിയിൽ 3 തരത്തിൽ പറയും: ഭൗമം, ദിവ്യം, ജാഠരം. ഭൗമം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമാന്യമായിട്ട് പുറത്ത് പറയുന്നത് വിറകിലൊക്കെ കാണുന്നില്ലേ, നമ്മൾ അടുക്കളയിൽ കാണുന്ന അഗ്നിയില്ലേ, മനസ്സിലായി, പാർത്ഥിവമായ മനസ്സിലായി. വിറകിൽ നിന്നുണ്ടാകുന്നതിനാണ് നമ്മൾ ഭൗമം എന്ന് പറയുക. ഓക്കെ. ദിവ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് മുഴുവനും എന്താ പറയാ, ഈ ജലത്തും വായു കൊണ്ട് ചേരുമ്പോൾ വിദ്യുത്തൊക്കെ പറയില്ലേ, നമ്മൾ മിന്നലൊക്കെ വരുന്നില്ലേ, ആ, വജ്ര മിന്നല്, അതെ. അതിനെയാണ് നമ്മൾ ദിവ്യം എന്ന് പറയുക. ഓക്കെ. മൂന്നാമത് ഉദരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജാഠനം എന്ന് പറയുന്നത് ഉദരത്തിൽ, നമ്മളുടെ ജഡരാഗ്നി. ഉദരത്തിൽ ഉണ്ടാകും ജഠരാഗ്നി. ഓക്കെ, ഓക്കെ. ഇതിനെ തന്നെ ഈ ഭൗമത്തെയും ദിവ്യത്തെയും അന്തർമുഖമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഭൂമി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തെ ഭൂമിയായിട്ട് എടുത്താൽ നമ്മളുടെ ശരീരത്തിൽ തൊട്ടാൽ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ലേ, അതെ, സ്പർശനം ഉണ്ട്. അതെ, സ്പർശനത്തിൽ സ്പർശനങ്ങൾ അനുഭവപ്പെടുന്ന ഉണ്ടാവുക. ചൂട്. അതെ, അതെ. അതിനെയാണ് നമ്മൾ ഭൗമം. ഓക്കെ. ദിവ്യം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും കാരണമാവുന്നത്, കണ്ണടയ്ക്കുക, കേൾക്കുക, ഇതിനെല്ലാം അതെ. തന്നെ എന്ത് വേണം? ഈ ജലത്തോട് ചേർന്നിരിക്കുന്ന അഗ്നി വേണം. അതെ, 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 അതെ. രക്തത്തോട് ചേർന്നിരിക്കുന്ന ആ അഗ്നിയുടെ ഭാവമാണ് നമ്മുടെ ഇന്ദ്രിയത്തിന്റെ പ്രവർത്തനത്തിന് കാരണമാവുന്നത്. അതുകൊണ്ട് അതിന് ദിവ്യം. ജാഠം എന്ന് പറഞ്ഞാൽ ജഠരാഗ്നിയാണ്, പൈത്തികാഗ്നിയാണ്. സകല പ്രവൃത്തിക്കും കാരണമായിട്ട് നമ്മളുടെ പൂർണ്ണ ശരീരത്തിൽ വ്യാപരിച്ചിരിക്കുന്നത്. ഇനി ഒന്ന് രവി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളുടെ സ്വരൂപത്തിൽ യഥാർത്ഥത്തിൽ കാളി നമ്മളുടെ സ്വരൂപമാണ്, അഗ്നിയാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചിന്തിക്കുക? ഇതെല്ലാം അതായത് ഈ 8 തരത്തിലുള്ളതോ ഇല്ലെങ്കിൽ സപ്തജിഹുകളായിരിക്കുന്ന ഈ അഗ്നിയാണ് പ്രകൃതിയുടെ സഹജമായ അവസ്ഥയോട് ചേർന്ന് സ്ഥിതി ചെയ്ത് നമ്മളുടെ ശരീരത്തിന്റെ ചലനത്തിന് ആധാരമായി നിൽക്കുന്നത്. ഈ അഗ്നിയെയാണ് 7 തരത്തിലോ 8 തരത്തിലോ വിശദീകരിക്കുന്നത് നമ്മളുടെ ശരീരത്തിന്റെ പ്രവൃത്തിക്ക് കാരണമായിട്ട് ഇരിക്കുമ്പോഴാണ്. അപ്പൊ കാല് വ്യത്യസ്തമാവുന്നത് എന്താന്ന് വെച്ചാൽ ഈ പ്രവൃത്തിയുടെ ആധാരമായിട്ടാണ്. ക്ലിയർ ആയില്ലേ? അപ്പോ ഇനിയൊന്ന് കാളിയുടെ കയ്യിലിരിക്കുന്ന അഗ്നി എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയണം? നമ്മളിപ്പോ ചർച്ച ചെയ്തതെല്ലാമാണെന്ന് പറയേണ്ടി വരും. അത് തന്നെ. ഇതാണ് യഥാർത്ഥത്തിൽ നേരത്തെ മേഘത്തിന്റെ അതേ ഗുണങ്ങൾ പറഞ്ഞത് മാതിരി തന്നെ അഗ്നിയും ഇത് തന്നെയായിട്ട് മാറിക്കഴിഞ്ഞു. അതെ, അത് തന്നെ. അതായത് മേഘത്തിൽ നമ്മൾ പലതരത്തിലുള്ള മേഘങ്ങളെ കണ്ട പോലെ തന്നെ അഗ്നി പല രൂപത്തിൽ നമ്മളുടെ ശരീരത്തിൽ ഇരിക്കുന്നുണ്ട്. അതിനെ കൊണ്ടാണ് ഇതിന് വ്യത്യസ്തമായിട്ട് പറയുന്നത്. ഇതിനെക്കാട്ടിലും ഏറ്റവും വളരെ രസകരമായിട്ട് തോന്നുന്നത്, നമ്മൾ പറയാറുണ്ട് വൈദികവും താന്ത്രികവും എന്ന് പറയുന്നത് 2 വ്യത്യസ്ത രൂപങ്ങളാണ്. യഥാർത്ഥത്തിൽ ഭാഷയിൽ മാത്രമാണ് എന്ത് വ്യത്യാസം. നമ്മുടെ ഈ അഗ്നിയുടെ ഈ ഡിസ്കഷനിൽ കൂടെ തന്നെ അത് മനസ്സിലായി. ആദ്യം പറഞ്ഞ വൈദികമായിട്ടുള്ളതും ഇത് രണ്ടാമത്തെ പറഞ്ഞ കാളി ഭഗവതിയുടെ നാമങ്ങളിൽ പറഞ്ഞതും വെച്ച് നോക്കാറ് രണ്ടിന്റെ കർമ്മം ഒന്നാണ്. തന്നെയാണ്. ഇനിയിപ്പോ ഈ അഗ്നിയെ തന്നെ വൈദികർ പറയുന്ന ഒരു സാധനമുണ്ട്, ശരീരത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട്. അഗ്നി, ശിക്യം, പ്രതിഷ്ഠ, ആസഞ്ചനം, ഇങ്ങനെ ഒരു ബന്ധുരൂപമായിട്ട് അഗ്നിയെ പറയും. യഥാർത്ഥത്തിൽ വൈദികരുടെ ഒരു ക്രിയയാണ്. അപ്പൊ അവര് പറയുന്നത് അഗ്നി എന്ന് പറയുന്നത് സ്വന്തം ആത്മാവാണ് അഗ്നി. രണ്ടാമത്തെ അതിന്റെ പ്രാണനാണ് ശിക്യം. നമ്മുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് അഗ്നിയുടെ പ്രതിഷ്ഠ. അന്നത്തിലാണ് ആസഞ്ചനം. ഇപ്രകാരം അഗ്നി, ശിക്യം, പ്രതിഷ്ഠ, ആസനം, ഇങ്ങനെ അഗ്നിശക്തിയായി 4 ബന്ധുരൂപത്തിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്രാഹ്മണരാണെങ്കിലും എല്ലാവരും ഈ 4 അഗ്നിയുടെ ഭാവത്തിൽ ഇരുന്നുകൊണ്ടാണ് സ്വാഹാന്തം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഹ രൂപത്തിൽ എല്ലാത്തിനെയും നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ട് അഗ്നിഹവനം ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ശരീരത്തിലെ ഈ വ്യത്യസ്ത അഗ്നിയെ നമ്മൾ ഭാവതലത്തിൽ കൊണ്ടുവന്ന് പൂജിക്കുന്നതാണ് ഉപാസകൻ.
അതെ അതെ അതൊക്കെ മനസ്സിലായി. ഇന്ന് എന്താ അപകടം എന്ന് വെച്ചാൽ നമ്മൾ ഈ അഗ്നിയെ കാണുമ്പോൾ അഗ്നി എന്ന് പറയുന്ന ഒരു സാധാരണ അഗ്നിയിലേക്ക് മാത്രം ചിന്തിച്ചു തുടങ്ങി. സാധാരണ കൊല്ലുന്ന അഗ്നിയിലേക്ക് അഗ്നി. അതെ, അത് മാത്രമല്ല ഇതിന് രണ്ട് നമ്മൾ തരംതിരിവായിട്ട് കാണാനും തുടങ്ങി. ഇത് വ്യത്യസ്തമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ല വൈദികത്തിന്റെ ഇതിന്റെ ഇതിന്റെ അല്ല, ഇത് വൈദികത്തിന്റെ എന്തെങ്കിലും അപകടമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ അഗ്നി എന്ന് പറയുന്നത് കത്തിക്കുന്നതും നശിപ്പിക്കുന്നതും എന്നുള്ള ഭാവം മാത്രമായി ഇന്ന് ചിന്തിക്കുക. അതെ അതെ കറക്റ്റ്. ദേവി അഗ്നിരൂപിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹിപ്പിക്കുന്ന, ശത്രുക്കളെ സംഹരിക്കുന്നവൾ എന്നല്ലാതെ അത് തന്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന തന്റെ പ്രാണസ്വരൂപമാണെന്ന് ഒരാളും ചിന്തിക്കണില്ല. അതെ കറക്റ്റ്. അല്ലേ? ഇപ്പൊ അതെ പ്രത്യങ്കിറ ഓരോ അംഗങ്ങളിലേക്കും പ്രതി അംഗങ്ങളിലും നിലനിൽക്കുന്നവളാണ് പ്രത്യങ്കിര എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ സകല സ്വരൂപത്തിലും നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിച്ച് നിലനിർത്തുന്ന ദേവിയാണ് പ്രത്യങ്കിര എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇന്ന് പ്രത്യങ്കിര എന്ന് കേൾക്കുന്ന ശത്രു സംഹാരം മാത്രമാണ്. അതെ കറക്റ്റ്. അതെ യഥാർത്ഥത്തിൽ ശത്രു സംഹാരം എന്നതല്ല അവിടെ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ സത്വശുദ്ധിയെ നിലനിർത്തുന്ന, അത് നിലനിർത്തി ശത്രുഭാവങ്ങളെ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബലം തരുന്നവളാണ് ഭഗവതി. അതെ സംരക്ഷണമാണ് അതിന് അവിടെ. അതെ, നിങ്ങളുടെ പാലനപോഷണം കൃത്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കണ്ടല്ലോ. ശരിയല്ലേ? പ്രശ്നമില്ല. നമ്മൾ അതെ കറക്റ്റ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്ന് പറഞ്ഞ മാതിരി അങ്ങനെയാണ്. അതെ. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ യഥാർത്ഥത്തിൽ ഈ ദേവത എങ്ങനെയാ കണ്ടുപോകുന്നതെന്ന്. നമ്മൾ ഇന്ന് കാണുന്നത് നമുക്ക് വളരെ ഊഹിക്കാൻ പറ്റാത്ത വിധത്തിലായി. അതെ ഇത് ഏതൊരു ധ്യാനം മാത്രമല്ല, ധ്യാനത്തെക്കാട്ടിലും ഉപരി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിസ്കഷനിൽ പോയ പോലെ തന്നെയാണ് രവിയുടെ. നമ്മളൊരു സാധനം പറയുമ്പോൾ ഇത് സ്ഥൂലത്തിൽ നിന്നുകൊണ്ട് സൂക്ഷ്മത്തിലേക്കുള്ള ഒരു ഗതിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷമാണ് എന്ത് ഗുണം ചെയ്യുക? അതിന്റെ അല്ല ഇതിന്റെ ആശയം കറക്റ്റ് കിട്ടുള്ളൂ. അതെ എന്താ? അതെ അല്ല ഇതിന്റെ കറക്റ്റ് മീനിങ് അപ്പോഴേ വരുള്ളൂ. അതെ, പക്ഷെ ഇത് ഏറ്റവും അപകടമായിട്ട് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ഏതോ ലോകത്തിരിക്കുന്ന ദേവതയാണെന്ന് തോന്നുന്നതുകൊണ്ടാ. ഈ അതെ ദേവത അതെ അതെ സ്ഥൂലത്തിലും ഉണ്ട്, പക്ഷെ നമ്മളിൽ നിലനിൽക്കുന്നത് സൂക്ഷ്മമാണെന്ന് ചിന്തിക്കാത്ത കാലത്തോളം കറക്റ്റ്. നമുക്കിത് മനസ്സിലാവില്ല. അതായത് ഈ മുമ്പിലുണ്ടോ എന്ന് അതെ വെച്ചാൽ ഇതെല്ലാം ഉണ്ട്. അതെ അതെ ബ്രഹ്മാണ്ടത്തിന്റെ തലത്തിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ ഈ പിണ്ടാണ്ട അല്ലെങ്കിൽ ഈ ശരീരം ഇല്ലെങ്കിൽ ആ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ള ആരും ഓർക്കുന്നില്ല. അതാണ് ഫസ്റ്റ് Yes. ബേസിക് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർന്നു. എല്ലാ പ്രശ്നവും സോൾവ് ആയി അവിടെ. അതെ, അത് തന്നെ. അതായത് ഇപ്പോ നമ്മളൊരു അഗ്നിയൊക്കെ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് അഗ്നിയുടെ മന്ത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സാധനമാണ്, നിങ്ങൾ ഏത് അഗ്നിയാണോ എടുക്കുന്നത് ആ അഗ്നിക്ക് അനുകൂലമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ആ ഭാഗത്ത് പ്രഭാവം ഉണ്ടാവും. യഥാർത്ഥത്തിൽ പലപ്പോഴും ഉപാസകർക്ക് രോഗങ്ങളും ഇതൊക്കെ വരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ, പ്രത്യേകിച്ച് സ്ഥലത്തില് പ്രത്യേക ഭാഗങ്ങളിൽ വേദന വരുന്നു, ഇന്ന പ്രശ്നം വരുന്നു എന്നതിന്റെ പ്രധാന കാരണം നിങ്ങൾ ഏത് മന്ത്രമാണോ പ്രയോഗിക്കുന്നത് ആ മന്ത്രത്തിന്റെ പ്രകടമായ ഭാവം അവിടെ ഉണ്ടാവില്ലേ? അതെ അപ്പോഴാണ് ഇപ്പോ നിങ്ങൾ ഐന്ദ്രവായവ്യം എന്നാണ് എടുക്കുന്നതെങ്കിൽ ആ ഐന്ദ്രവായവ്യം നിൽക്കുന്നത് എവിടെയാണോ ആ ഭാവം വരും. ഇപ്പോ ഉണ്ടാവണം. അതെ അപ്പൊ ഒരു ഏത് മന്ത്രമാണ് എടുക്കുന്നത് ആ ദേവതയുടെ ഭാവം നിങ്ങളുടെ ശരീരത്തിൽ എന്താണ്, എന്ത് ഗുണമാണ് ആ ദേവതയുടെ അറിയാതെ നിങ്ങൾ ആ മന്ത്രം പ്രയോഗിക്കുമ്പോഴാണ് അതിന്റെ ഗുണം നിങ്ങളിൽ എങ്ങനെയാണ് വരുന്നത് തിരിച്ചറിയാൻ പറ്റില്ല. അതെ കറക്റ്റ്. ഇപ്പോ നിങ്ങൾ ഏത് ദേവതയാണോ ഉപാസിക്കുന്നത് ആ ഗുണം നിങ്ങളിൽ വരണ്ടേ? യത് ഗുണഃ വരണം തദ്ഭവതി. ഏത് ഗുണത്തിലാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഗുണം നിങ്ങളിൽ വരണം. അപ്പോ വരണം വരണം. ഏത് ദേവതാരൂപത്തിലാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഗുണം നിങ്ങളിൽ ഉണ്ടാവും. കറക്റ്റ്. അഗ്നി ആണെങ്കിൽ അഗ്നിയുടെ ഗുണമായിരിക്കും, വായു ആണെങ്കിൽ വായുവിന്റെ ഗുണം നിങ്ങളിൽ ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കാളി ദേവിയാണ്, ആ അഗ്നിയുടെ രൂപമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എന്ത് പ്രകടമാക്കാൻ വേണ്ടിയാണ് അവിടെ എടുക്കുന്നത് മനസ്സിലാക്കിക്കൊള്ളണം. സാരസ്വതമാണോ എടുക്കുന്നത്, മാരുണമാണോ എടുക്കുന്നത്, മൈത്രഭാവമാണോ എടുക്കുന്നത്, ഏതാ എടുക്കുന്നേ അതെ അനുസരിച്ച് നിങ്ങൾക്ക് ശരീരത്തിൽ അതിന്റെ പ്രഭാവം ഉണ്ടാവും. കറക്റ്റ്. ഇതാണ് ഇനി കാളി വ്യത്യസ്തമായി കാണുന്നതിന്റെ കാരണം എന്തായിരിക്കും? കാരണം ആ സ്വരൂപം അതിന്റെ പ്രകടമായ ഗുണഭാവം വേറെ ആയതുകൊണ്ട് കാളി വ്യത്യസ്തമാണ്. അതെ എനിക്ക് തോന്നുന്നു അതെ ദേവി എങ്ങനെ മാറുന്നു മനസ്സിലായില്ലേ?
മനസ്സിലായി മനസ്സിലായി. അതേ സെയിം സംഭവം തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. ഇപ്പൊ അഗ്നിയുടെ കേസിലാണെങ്കിൽ തന്നെ അഗ്നി സംഹരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെ ദേവിയെ കാണുന്ന മാതിരി തന്നെ അഗ്നിയും കാണുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതെ, അത് തന്നെ. ഇപ്പോ ഒരു സാധനം വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് ദേവി വാഗ്രൂപിണിയാണെന്ന് വിചാരിക്കും. ഐന്ദ്രം ഇല്ലെങ്കിൽ നമുക്ക് സാരസ്വതമാണെന്ന് വിചാരിക്കും. പക്ഷെ വാക്ക് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. ആത്മനാ ബുദ്ധി ഉണ്ടാവണം. ആ ബുദ്ധിയിൽ നിന്ന് നമുക്ക് ഒരു നോർമൽ ഒരു നമ്മളുടെ ശരീരത്തിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റണം. ഒരു 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 സാധനം നമ്മളിലേക്ക് കൊണ്ടുവരണ്ടേ, നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പൊ കറക്റ്റ് കറക്റ്റ്. ആത്മാവിനെ പ്രേരിതമാവണം, അത് മനസ്സിലേക്ക് എത്തണം, ഹൃദയത്തിൽ നിന്ന് ഇത് ഉണ്ടാവണം, അത് ശരീരത്തിലേക്ക് വ്യാപിക്കണം. അപ്പൊ പരാപശ്യന്തി മധ്യമ വൈഖരി എന്ന് പറഞ്ഞ വ്യത്യസ്ത ഭാവങ്ങൾ അതിലുണ്ട്. അപ്പൊ ദേവത ഒന്ന് തന്നെയായിരിക്കും, പക്ഷെ പല ഭാവങ്ങളിൽ പല തരത്തിൽ ശരീരത്തിൽ വ്യത്യസ്ത കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ ശബ്ദം പുറത്തേക്ക് വരുന്നത്. കറക്റ്റ്. അതെ. ഓരോ സ്ഥലങ്ങളിലും ദേവതയുടെ വ്യത്യാസം വരുന്നുണ്ട്, ശരിയല്ലേ? കറക്റ്റ്. പക്ഷെ അതെ പറയുമ്പോ സരസ്വതി എന്ന് മാത്രമേ പറയൂ, പറയുള്ളൂ. പറയുമ്പോ ലക്ഷ്മി എന്ന് മാത്രമേ പറയൂ, അല്ലെങ്കിൽ വിഷ്ണു എന്ന് മാത്രമേ പറയുള്ളൂ. പറയുള്ളൂ. പക്ഷെ ആ വിഷ്ണുവിന് വ്യത്യസ്തമായ കർമ്മങ്ങളുണ്ട്. ഉണ്ട്. അതെ. അത് മനസ്സിലാക്കിക്കൊള്ളുന്നതാണ്. ഇനി രവി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് കാളിയുടെ കയ്യിലിരിക്കുന്ന അഗ്നി, ഇല്ലെങ്കിൽ ധ്യാനത്തിൽ വരുന്ന സമയത്തുണ്ടാകുന്ന കാളിയുടെ അഗ്നി എന്ന് പറയുന്ന ഒരു ഭാവം ഏതാണെന്ന് ചിന്തിക്കും. അയ്യോ, ഇതെല്ലാമാണ്. മനസ്സിലായി. ഇതെല്ലാമാണ്. ശ്രദ്ധിച്ചോളണം, ഏത് കാളിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം, അതിനനുസരിച്ചേ ചിന്തിക്കാവൂ. കാളിയുടെ കയ്യിലുള്ള മറ്റ് സാധനങ്ങളെയും നോക്കിയിട്ട് വേണം ആ ദേവത ഏത് ഭാവത്തിലാണ് ചിന്തിക്കാൻ. മനസ്സിലായി. അവിടെയാണ് 4 കൈയാണോ 8 കൈയാണോ 16 കൈയാണോ എന്നൊക്കെ പറഞ്ഞ് വ്യത്യാസം മനസ്സിലാവുക. അതെ. Clear നമ്മൾ ആയില്ലേ? അന്ന് ഡിസ്കസ് ചെയ്ത മാതിരി. മനസ്സിലായി. അത് തന്നെ. ബാക്കിയുള്ള നോക്കി അതിന്റെ സപരിവാരങ്ങളെയും അതിന്റെ ബാക്കിയുള്ള ഭാവങ്ങളെയും എല്ലാം കണക്ക് കൂട്ടിയിട്ട് വേണം ഒരു സാധാരണ ദേവതാ ഭാവത്തിൽ എങ്ങനെ ഇത് പൂണ്ടുപോകണമെന്ന് മനസ്സിലാക്കാൻ. ക്ലിയർ ആയി. ശരിക്കും പഠിക്കുകയാണെങ്കിൽ ഓരോ ദേവതകളെയും ഇതേമാതിരി പഠിച്ചു പോകേണ്ടി വരും അല്ലേ? അതെ. സ്പെസിഫിക് ആയിട്ട് നോക്കൂ, നമ്മൾ എത്ര ദിവസങ്ങളായി ഡിസ്കഷൻ കൊണ്ടുവരണം, അതെ. എന്നിട്ടും ഇടവരെ എത്തിയിട്ടേ ഉള്ളൂ. നോക്കാം, ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനുശേഷം നമുക്ക് അടുത്ത ഡിസ്കഷനിൽ എന്താന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, അതെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ഡിസ്കഷനിൽ കാണാം. എല്ലാം കോറിലേറ്റഡ് ആണ്. നമ്മുടെ മേഘമാണെങ്കിലും അഗ്നിയാണെങ്കിലും ഭഗവതി ആണെങ്കിലും എല്ലാം. നോക്കൂ, ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതെ. പോയാലും ഇതെല്ലാം കണക്റ്റഡാ. അതെ. കറക്റ്റ്. അവിടാണ് പ്രശ്നം വരുന്നത്. ഇത് ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ. ഒന്നുമില്ല. ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപഹ, ആപഹ പൃഥ്വി. ഇത് പഞ്ചഭൂതങ്ങളിൽ നിങ്ങൾ ഏത് ദേവത എടുത്താലും ഇങ്ങനെ പരസ്പരം സംബന്ധിക്കപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം, ഗുണമാണോ കർമ്മമാണോ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ കളി ജയിച്ചു. അതെ. അല്ലാതെ നിങ്ങൾ ഒരു സ്ഥൂലമായി മാത്രം അതിനെ മനസ്സിലാക്കിയാൽ നിങ്ങൾ പെട്ടു. അതെ. ഒരു പാർട്ട് മാത്രം നമുക്ക് അത് കാര്യമില്ല, ഇൻകംപ്ലീറ്റ് ആയി മാറും. അഗ്നി ഒരു കൊല്ലുന്ന അഗ്നി എന്നതിൽ കവിഞ്ഞ് നമുക്ക് നമ്മളിൽ ഇങ്ങനെ ഒരു അഗ്നിയുടെ ഭാവം ഏത് ഭാവത്തിലാണെന്ന് നമ്മൾ ചിന്തിക്കാത്തതിന്റെയാണ്. ശരിയല്ലേ? കറക്റ്റ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ചിന്തിച്ചു നോക്ക്, നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നതാണ്. അതെ, നമ്മൾ മുമ്പ് പറഞ്ഞ മാതിരി ഭൗമം ദിവ്യം അത് നമ്മളുടെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതെ, ആ അഗ്നി നമ്മളുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു എന്ന് ചിന്തിച്ചാൽ ദേവത എന്താ ചെയ്യുന്നത് മനസ്സിലാവും. അത് തന്നെ കറക്റ്റ്. ഏത് ഭാവങ്ങളെ ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കണ്ടേ. പക്ഷെ ഇതിനൊരു വഴി എന്താ വെച്ചാൽ ഒരാൾ അവിടെ ഇരുന്ന് യോജിപ്പിക്കാതെ മനസ്സിലാവില്ല. അതെ, കറക്റ്റ്. ഇവിടെയാണ് ഗുരുനാഥനിൽ കൂടെ മാത്രമേ ഇത് കിട്ടൂന്ന് മനസ്സിലാവൂ. യോജിപ്പിച്ചു കൊടുക്കണ്ടേ. അതെ, കറക്റ്റ്. അതാണ് അതിന്റെ കീ, അതിന്റെ താക്കോൽ അവിടെ. അതെ, ഇപ്പൊ സാരസ്വതമായ രൂപം എന്ന് പറഞ്ഞിട്ടില്ലേ, ആ സാരസ്വതം എങ്ങനെയൊക്കെ നമ്മളുടെ ശരീരത്തിൽ വരുന്നുണ്ട്, പുറത്തു വരുന്നുണ്ട്, വീണ്ടും അതിനെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ, വീണ്ടും പറയാണ്. ഇനി വൈശ്യം എന്ന് പറഞ്ഞാൽ വീണ്ടും അതിനെ നിരൂപണം കൊണ്ടുവരണം. അല്ല, എന്നെ സംബന്ധിച്ച് ഇത് ശരീരത്തിലുണ്ടെന്ന് അറിയാം, പക്ഷെ എന്താണെന്ന് അറിയില്ല. കൃഷ്ണേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഇത് അറിയുന്നത്, അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞ പോലെ തന്നെയാണ്. അങ്ങനല്ല കേട്ടോ, ഇത് യഥാർത്ഥത്തിൽ കേൾക്കാൻ പറ്റുന്നവരും അതേമാതിരി പറയാൻ പറ്റുന്നവരും ഒരുമിച്ചൊരു ആനന്ദത്തോടു കൂടി പറയുമ്പോഴേ ഇത് ഒരു പൂർണ്ണത വരും.
വരുള്ളൂ. സംവാദമാണായിരുന്നല്ലോ. പണ്ട് തൊട്ടേ സംവാദങ്ങളായിരുന്നല്ലോ. അതെ, അതെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയോ ഇല്ലെങ്കിൽ നമുക്ക് പറയുന്ന ആൾക്കും അതേമാതിരി ഗുണമുണ്ടാവണം, കേൾക്കുന്ന ആൾക്കും ഗുണമുണ്ടാവണം. അങ്ങനെ ഒരു ഭാവത്തിൽ ഇരുന്നിട്ട് ഇത് പറയാൻ പറ്റൂ. നമുക്ക് ആനന്ദിച്ച് പറയാൻ പറ്റണ്ടേ? അതെ, കറക്റ്റ്. ദേവതയുടെ കാര്യങ്ങളല്ലല്ലോ. അതെ. അപ്പൊ മനഃശുദ്ധി ഭയങ്കര പ്രമാണമായിരിക്കും. ചോദിക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയാണ് നമുക്ക് തോന്നണം. അല്ലാതെ ഒരു സുഖം കിട്ടില്ല പറയുമ്പോ. ഏതായാലും നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് വരുമ്പോ ഇതിന്റെ കണ്ടിന്യൂറ്റി കൊണ്ടുപോകാം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.